മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകി. എക്സാലോജിക് താൻ രൂപീകരിച്ചതാണ്, ബിനാമി കമ്പനിയല്ല. ഇതിൽ തന്റെ അച്ഛനോ ഭർത്താവിനോ പങ്കില്ലെന്നും വീണ വ്യക്തമാക്കി. SFIO അന്വേഷണം നടക്കുന്നതിനാൽ സിബിഐ അടക്കമുള്ള ഒരു ഏജൻസിക്കും സമാന്തര അന്വേഷണം നടത്താൻ അവകാശമില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. താൻ വിദ്യാസമ്പന്നയായ യുവതിയാണെന്നും മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തന്നെ കേസിൽ പ്രതിയാക്കുന്നതെന്നും വീണ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഹർജിയിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ബാലിശമാണെന്നും ഇവ നിലനിൽക്കില്ലെന്നും ടി വീണ. SFIO അന്വേഷണം നടക്കുമ്പോൾ സമാന്തര അന്വേഷണം നടത്താൻ പാടില്ല. CBI ഉൾപ്പെടെയുള്ള ഒരു ഏജൻസിക്കും സമാന്തര അന്വേഷണം നടത്താൻ അവകാശമില്ലെന്നതുമാണ് മറുപടി സത്യവാങ്മൂലത്തിലെ പ്രസക്തമായ വാദം. പൊതുതാൽപര്യ ഹർജി തന്നെ ബോധപൂർവം മോശക്കാരിയായി ചിത്രീകരിക്കാനും പൊതുജന ശ്രദ്ധ ആകർഷിക്കാനും കരിവാരി തേക്കാനുമാണെന്നും ടി വീണ പറഞ്ഞു. കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് തന്റെ പിതാവ് മുഖ്യമന്ത്രിയല്ല. 2014 കമ്പനി രൂപീകരിക്കുന്നത്. 2016 പിതാവ് അധികാരത്തിൽ വരുന്നത്. എക്സാലോജിക്കിൽ പിതാവിനും ഭർത്താവിനും പങ്കില്ലെന്നും ടി വീണ വ്യക്തമാക്കി. AKG സെന്ററിന്റെ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല ROC പിഴ ഈടാക്കിയതെന്നും നടപടിക്രമങ്ങളിലെ വീഴ്ച തിരുത്താനാണ് പിഴ ഈടാക്കിയതെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാത്ത നടപടി ഫെഡറൽ ബന്ധങ്ങളെ നിലനിർത്തുന്ന ഭരണഘടനാ ചട്ടങ്ങളെ ഇല്ലാതാക്കുമെന്നാണ് മറുപടി സത്യവാങ്മൂലത്തിലെ മറ്റൊരു പ്രധാന വാദം. മാസപ്പടി കേസിൽ അന്വേഷണം വേണ്ടെന്ന വിജിലൻസ് കോടതി ഉത്തരവിനെ കോടതിയിൽ ചോദ്യം ചെയ്യാതെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അംഗീകരിക്കാനാകില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കമ്പനി നിയമം മുൻനിർത്തിയാണ് വീണയുടെ പ്രതിരോധം. മീഡിയ 1 തിരുവനന്തപുരം.